ഗൈസ് ഇനി നമുക്കില്ലേ ഇന്നത്തെ ഒറ്റ ലക്ഷ്യം കുറെ അനിമൽസിനെ കാണാം, ആനേനെ കാണണം, പുലിനെ കാണണം ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്ന് എന്തെങ്കിലും കാണാൻ പറ്റുമോ അറിയില്ല. ഊട്ടിയിൽ നിന്ന് വരുന്ന വഴി ഒരു ഫോറസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എപ്പോഴും കാണുന്ന പോലെ തന്നെ ഇപ്പോഴും ഞാൻ കുരങ്ങന്മാരെ തന്നെയാണ് കേട്ടോ കാണുന്നത്. ഫോറസ്റ്റിലെ ജീവിതം മടുത്തു എന്ന് തോന്നുന്നു. ഫാമിലി ആയിട്ട് നാട് വിടാനായിട്ട് ബസ് സ്റ്റോപ്പിൽ ബസ്സകത്ത് നിൽക്കുക, വേറെ കുരങ്ങൻ കുറ്റിയിൽ സിംഗിൾ ആയിട്ട് ഇരിക്കുക, ഒരാൾ ജീവിതമയം എടുത്തിട്ട് ചാടി ചാവാനായിട്ട് നിൽക്കുക, ഒരാൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് വള്ളിമേ തൂങ്ങിയിട്ട് ലൈഫ് ഹാപ്പിയാക്കാൻ നോക്കാം. പിന്നെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് കുറെ മാൻകൂട്ടം കണ്ടു ഗൈസ്. മാനിനെയൊക്കെ ഞാൻ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ കൊമ്പുള്ള സാധനത്തിന് ആദ്യമായിട്ട് കാണാം. ഇത് കണ്ടിട്ട് കാട്ടിൽ മഞ്ഞ് വീണതാണെന്ന് തെറ്റിദ്ധരിച്ചു പഞ്ഞിമരത്തുനിന്ന് പഞ്ഞി വീണതാ. പിന്നെ ഞാൻ അവിടെ നിന്ന് ആനയെ കണ്ടു ഗൈസ്. ആദ്യമായിട്ട് ആന കുളിക്കുന്നു. അപ്പോഴാണ് ഷെഫി പറഞ്ഞത് ഇത് വളർത്തുന്നതാണ്, അല്ലാണ്ട് ഇത് കാട്ടിലെ ആനയല്ല. പിന്നെ മനസ്സ് മേടിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇതിനെ കണ്ടു ഗൈസ്. അത് നല്ല ചെറിയ പന്നി. പിന്നെ ഞങ്ങളൊരു മയിലിനെ കണ്ടു. നമ്മളെ കഥാനായകനെത്തി. ഇതിനെ കാണാനാണല്ലോ നമ്മൾ ഇത്രയും ദൂരം വന്നത്. എന്താണെന്നറിയില്ല, ആളിനൊരു മൂഡ് ഉണ്ടായിട്ടില്ല. ഇന്ന് പിന്നെ അനങ്ങുന്നേ ഇല്ല. അനങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും ഈ യാത്രയിൽ ഒരുപാട് കണ്ടത് മാനിനെയും പിന്നെ ആനേനെയുമാണ്. ആനേനെ ഒരുപാട് കണ്ടെന്ന് പറയാൻ നിങ്ങൾ വിശ്വാസം കാണിച്ചു തരാം. സോറി, ആള് മാറിപ്പോയി. ഇത് നമ്മളെ സ്വന്തം കാട്ടുപോത്താണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാട്ടുപോത്തിനാണ് കേട്ടോ. ഞാൻ പറഞ്ഞ ആനക്കൂട്ടം ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരെല്ലാം ഭയങ്കര സൈലന്റ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് തിരിച്ച് വീടെത്താൻ പറ്റി.